ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഓഫീസിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് കുപ്പിവള ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അതിലൊരു വള പൊട്ടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ആ പൊട്ടിയ വള കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കണക്ക് പഠിപ്പിച്ചാലോ എന്ന്. ദേ എൻ്റെ കയ്യിൽ ഒരു പൊട്ടിയ വളയുടെ 2 കഷ്ണങ്ങളാണ് ഇരിക്കുന്നത്. ഇത് ഒരുമിച്ച് വെച്ചാൽ ഒരു വൃത്തമാവില്ലേ? സർക്കിൾ അല്ലേ? അപ്പോൾ ഈ സർക്കിളിൻ്റെ ഒരു പാർട്ട് ഇതാണ് ഒരു ചാപം അല്ലെങ്കിൽ ഒരു ആർക്ക് എന്നറിയപ്പെടുന്നത് അല്ലേ? ഒരു വൃത്തത്തിൻ്റെ ഭാഗം. ഈ ആർക്കിലെ അല്ലെങ്കിൽ ഈ ചാപത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്കൊരു കോഡ് അല്ലെങ്കിൽ ഞാൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ചാപത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കുക? ഈ ചാപത്തിൽ 2 കോഡുകൾ വരച്ച് ആ കോഡുകളുടെ ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവായിരിക്കും ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വൃത്തത്തിലെ 2 പോയിന്റുകൾ കേന്ദ്രത്തിലൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ആ വൃത്തത്തിൻ്റെ വ്യാസം ലഭിക്കും, അതായത് ഡയമീറ്റർ. അപ്പം നമ്മൾ റേഡിയസിനെ കുറിച്ച് പറയണ്ടേ? എന്താണ് വൃത്തത്തിൻ്റെ റേഡിയസ്? ഡയമീറ്ററിൻ്റെ പകുതി. വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം, അതായത് റേഡിയസ്. ഓക്കെ, അടുത്തതായി നമുക്ക് വൃത്തത്തിൻ്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും? വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനായിട്ട് 2πr എന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അവിടെ പൈയുടെ വാല്യൂ എന്തായിരിക്കും? 3.14 അല്ലെങ്കിൽ 22/7 എടുക്കാം. ഇനി വിസ്തീർണം കണ്ടുപിടിക്കാനോ πr² ഉപയോഗിക്കാം. ഇനി ഇതുപോലുള്ള വൃത്തത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെക്ടറിനെ കുറിച്ച്, അതായത് വൃത്താംശം. നമ്മൾ കേക്കൊക്കെ കഴിക്കാറില്ലേ? കേക്ക് മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയാം. കേന്ദ്രകോൺ x ഡിഗ്രി ആയ ഒരു സെക്ടറിൻ്റെ വിസ്തീർണം കാണാനോ വൃത്തത്തിൻ്റെ വിസ്തീർണം ഇൻറ്റു x/360 ചെയ്താൽ മതി, അതായത് πr² ഇൻറ്റു x/360. ഇനി അടുത്തതായിട്ട് ഒരു വൃത്തത്തെ പകുതി വ്യാസം വെച്ച് മുറിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 അർദ്ധവൃത്തം കിട്ടും. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ. അപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് πr + d ആയിരിക്കും. അതായത് നമ്മൾക്കറിയാം വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr ആണ്. അപ്പോൾ അർദ്ധവൃത്തത്തിൽ അതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ, അതായത് πr. അതിനോടൊപ്പം നമ്മുടെ ഡയമീറ്ററും കൂടെ വരുന്നു. അങ്ങനെയാണ് അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് πr + d ആകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം? πr² പകുതി, അതായത് πr²/2 ആണ് അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃത്തവുമായി ബന്ധപ്പെട്ട് പരിവൃത്തമാണ്. ഒരു മട്ടത്രികോണത്തിൻ്റെ 3 മൂലകളിലും ടച്ച് ചെയ്തു പോകുന്ന വൃത്തത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിവൃത്തം എന്ന് പറയുന്നത്. മട്ടത്രികോണം മാത്രമല്ല, ഏതൊരു ത്രികോണത്തിൻ്റെയും 3 മൂലയെ ചുറ്റി വരയ്ക്കുന്ന വൃത്തങ്ങളെ നമുക്ക് എന്ത് പറയാം? പരിവൃത്തം എന്ന് പറയാം. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് നമുക്ക് ചോദ്യം വരും. എവിടെയായിരിക്കും? കർണത്തിലായിരിക്കും മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം വരുന്നത്. അപ്പോൾ ഇത്തരം കുപ്പിവളകൾ കാണുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കണം, വൃത്തത്തെക്കുറിച്ചും ചാപത്തെക്കുറിച്ചും ഞാണിനെക്കുറിച്ചും എല്ലാം. അപ്പോൾ വൃത്തത്തിലെ കണക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.